ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. കെ സ്മാർട്ട് എന്ന ആപ്പ് വെച്ച് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ട്, അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആകെ കെ സ്മാർട്ട് എന്ന ആപ്പ് സിറ്റിസൺ രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്ത ആധാർ കാർഡ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് കേട്ടോ. അതിൽ ബർത്ത് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് നെയിം ചേഞ്ച് ബർത്ത് സർട്ടിഫിക്കറ്റ് കറപ്ഷൻ നമ്മൾ ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ജില്ല നമ്മുടെ ഏതാണ് തിരുത്തേണ്ട അവിടുത്തെ ജില്ല, നമ്മൾ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടാവുമല്ലോ ആ സ്ഥലത്ത് പഞ്ചായത്ത്, ജില്ല ഏതാണോ ജില്ല, പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അതിലേതാണോ നമ്മുടെ ഓപ്ഷൻ അത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഫീമെയിലാണ് ബേബി, അപ്പോൾ ആ ബേബി ജനിച്ച ഡേറ്റും പിന്നെ അമ്മയുടെ പേരും വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴെ ബർത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് നെയിം കറപ്ഷൻ ആണ്, അതായത് കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ പേര് കൊടുത്തിരുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പേര് മാത്രം ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇതിൽ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, പ്ലേസ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കൊടുക്കാതെയോ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് ആഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനും പറ്റും. താഴെ കാണിച്ചത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു വന്നിരുന്നത്. ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമുക്ക് പേര് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ആദ്യം ഇവിടെ റിലേഷൻ കൊടുക്കുക. അപ്പോൾ ഇത് എൻ്റെ ഐ ഡി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ റിലേഷൻ കൊടുക്കുമ്പം ഫാദർ എന്നുള്ളതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം താഴെ ആധാർ വെരിഫൈ, ആധാർ വെച്ചിട്ടാണ് നമ്മൾ ഈ കെ സ്മാർട്ടിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. വാലിഡേറ്റ് കൊടുത്ത് ആധാർ ആ കോളം ടിക്ക് ചെയ്തിട്ട് വാലിഡേറ്റ് കൊടുത്താൽ നമ്മൾ ആധാർ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും അവിടെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാലിഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിലും വരും. പിന്നെ അതിലേക്ക് പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ ഒരു OTP കൂടി ആ രജിസ്റ്റേർഡ് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കൂടി വെരിഫൈ ചെയ്യാനായിട്ട് വരും. ആ OTP അടിച്ച് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ OTP ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ OTP കൊടുത്തു കഴിഞ്ഞിട്ട് പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് താഴെ തന്നെ വരും. അപ്പം അവിടെ പിന്നെ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൂടി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് രണ്ടും കൊടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും വരാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ നമ്പറും ഇമെയിൽ ID കൊടുക്കുന്നത്. ഞാൻ ആദ്യം ജസ്റ്റ് മൊബൈൽ നമ്പർ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ, പക്ഷെ മുന്നോട്ട് പോയില്ല. ഇമെയിൽ ID കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ശരിയായത്. നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിൽ ID അങ്ങനെയൊന്നും വേണമെന്നില്ല, നമ്മുടെ ഒരു മെയിൽ ID കൊടുത്തിരുന്നാൽ മാത്രം മതി. ഇനി പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. നമുക്ക് നെയിം ഇൻക്ലൂഷനാണ് ചെയ്യേണ്ടത്. അതായത് പേര് ഒന്ന് കൊടുത്തിട്ടില്ലായിരുന്നു, ആ പേര് ഒന്ന് ആഡ് ചെയ്യുക മാത്രമേ നമുക്ക് വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ സ്പെല്ലിങ് ഇംഗ്ലീഷിലും കൊടുക്കണം, മലയാളത്തിലും കൊടുക്കണം പേര്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മളിവിടെ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുന്ന ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടിയുടെ പേര് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ആ പേര് ആ രീതിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുമ്പോൾ ഇവിടെ പ്രൊസീഡ് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഒരു ഡോക്യുമെന്റ് ഇവിടെ നിലവിൽ ഇപ്പം അറ്റാച്ച്മെന്റ് ചെയ്യാനില്ല. അപ്പോൾ നമുക്കിവിടെ ഇനി പേര് കൊടുക്കാം. കുഞ്ഞിൻ്റെ പേര് വൈദേഹി എന്നായിരുന്നു. അപ്പം സംശയം ഉണ്ടായിരുന്നു. ഫസ്റ്റ് നെയിം വൈദേഹി എന്നും പിന്നെ മിഡിൽ നെയിം ആയിട്ട് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ ഇനിഷ്യലും കാസ്റ്റ് നെയിമും കൊടുത്തു ഞങ്ങൾ. അങ്ങനെയാണ് ഇവിടെ ചെയ്തത്. അങ്ങനെ ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. വേറെ പ്രശ്നമൊന്നും അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല. മലയാളത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ ഞാൻ കൊടുത്തത്. വൈദേഹി വി നായർ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. ഞാനിവിടെ ഇംഗ്ലീഷ് കീബോർഡാണ് കൊടുക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിം കൊടുത്തിട്ടില്ല, ലാസ്റ്റ് നെയിമാണ് സ്പേസ് ഇട്ടിട്ടാട്ടോ കൊടുത്തത്. മലയാളത്തിലും ഇംഗ്ലീഷിലും സ്പേസ് ഇട്ടിട്ട് ആണ് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് ഇത്രയും ചെയ്ത് സേവ് ചെയ്താൽ മാത്രം മതി.
അടുത്തത് പ്രിവ്യൂ ആണ്. നെയിം ഇൻക്ലൂഷൻസ് ഓക്കെ എന്ന് പറഞ്ഞു കൊടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രിവ്യൂ കൊടുക്കാൻ നേരത്ത് മേൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പഴയ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ബോക്സ് ടിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ എഡിറ്റ് ചെയ്തിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാം. അത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ കൊടുക്കുക. പിന്നെ ഇത് നേരെ നമ്മുടെ പഞ്ചായത്ത് ഏതാണോ ആ പഞ്ചായത്തിലെ ഓഫീസ് സെക്ഷനിലേക്ക് പോകും. അവിടെ നിന്ന് അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് പുതിയ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്താൽ മതി. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കണേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നുണ്ടം വരെ ബൈ. കെ സ്മാർട്ടിൻ്റെ പുതിയ അപ്ഡേഷൻ വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. ചെയ്ത് പുതിയ വീഡിയോ ഇടാവേ. താങ്ക് യു ഫോർ വാച്ചിങ്.